നമസ്കാരം. തുടർച്ചയായി മൂന്നാം തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി അധികാരത്തിലേറാനിരിക്കെ കനത്ത സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്ന രാഷ്ട്രപതി ഭവനിലും സമീപ പ്രദേശങ്ങളിലുമായി സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ വെച്ച് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആയിരിക്കും പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇന്ന് വൈകിട്ട് 7:15 ചടങ്ങുകൾ ആരംഭിക്കുക. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സന്നിധരാകും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് പുറമെ അഭിഭാഷകർ, ഡോക്ടർമാർ, കായിക രംഗത്ത് നിന്നുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ, വ്യവസായികൾ, വികസിത ഭാരത അംബാസിഡർമാർ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഉപഭോക്താക്കൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ആദിവാസി യുവതികൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവരും വിശിഷ്ട അതിഥികളിൽ ഉൾപ്പെടുന്നുണ്ട്. പത്മപുരസ്കാര ജേതാക്കളും മൻ കി ബാത്തിൽ പങ്കെടുത്തവരും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള 50ഓളം മതപണ്ഡിതന്മാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ പട്ടിക മോദി തയ്യാറാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണവും ലഭിച്ചിട്ടുണ്ട്. പുതിയ പാർലമെന്റിന്റെ കെട്ടിടം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്ത പദ്ധതിക്കായി പ്രവർത്തിച്ച തൊഴിലാളികൾക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ, മെട്രോ തുടങ്ങിയ സുപ്രധാന പദ്ധതികൾക്കായി ജോലി ചെയ്ത റെയിൽവേ ജീവനക്കാരും ചടങ്ങിൽ സന്നിധരാകും. ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവിനും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ട അതിഥികളിൽ ഒരാളായി ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തുന്നതിന്റെ സഹായം ഓരോരുത്തരുടെയും സംഭാവനകളെ പ്രധാനമന്ത്രി ബഹുമാനിക്കുന്നു. VIP-കൾക്കും VVIP-കൾക്കും മാത്രം ക്ഷണങ്ങൾ അയച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇതുവരെ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതിരുന്നവരെയും VIP അതിഥികളായി നമ്മുടെ പ്രധാനമന്ത്രി ക്ഷണിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവന്റെ പരിസരത്തും പുറത്തും ത്രിതല സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷ കണക്കിലെടുത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെയും രാഷ്ട്രപതി ഭവന്റെയും നോർത്ത് സൗത്ത് ബ്ലോക്കിന്റെയും എല്ലാ ഭാഗത്തും കമാൻഡോകളും പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരാകും രാഷ്ട്രപതി ഭവന് പുറത്ത് കാവലൊരുക്കുക. അർദ്ധ സൈനികരെയാണ് ചടങ്ങ് നടക്കുന്ന രാഷ്ട്രപതി ഭവന്റെ അകത്തെ വളയത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. 5 കമ്പനി അർദ്ധ സൈനിക വിഭാഗങ്ങളും ഡൽഹി ആംഡ് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 2500ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വേദിക്ക് ചുറ്റും വിന്യസിച്ചിട്ടുള്ളത്. ത്രിതല സുരക്ഷയ്ക്ക് പുറമെ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദേശ അതിഥികളുടെയും വിശിഷ്ട വ്യക്തികളുടെയും സുരക്ഷയ്ക്കും കർശന ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ വാഹന വ്യൂഹം കടന്നുപോകുന്ന വഴികളിൽ സ്നൈപ്പർമാരെയും സായുധ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് പാരാഗ്ലൈഡുകൾ, ഹാം ഗൈഡുകൾ, UAS, മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ എന്നിവ നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം ജൂൺ 9 മുതൽ 11 വരെയാണ് നിരോധനം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദേശികൾ താമസിക്കുന്ന ഹോട്ടലുകളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിഥികളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഹോട്ടലുകളുടെ സുരക്ഷ ഓരോ മിനിറ്റിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിരവധി വിദേശ നേതാക്കളെ കൂടാതെ വിവിധ മതങ്ങളിൽ നിന്നുള്ള 50 നേതാക്കളെയും സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കും. ഇതുകൂടാതെ അഭിഭാഷകർ, ഡോക്ടർമാർ, കലാകാരന്മാർ, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.